ഹലോ, ഇന്നത്തെ വീഡിയോ നമ്മൾ അമ്പലത്തിൽ കുറച്ച് പരിപാടിയുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് ഇന്ന് മൊത്തം. അപ്പോൾ നമ്മൾ ഇവിടുന്ന് വിറവ് പറക്കി നമ്മൾ അടുക്കണമെന്ന് വീഡിയോ എടുക്കാനാ. അവിടെ കിടക്കണം അത്രയും വിറവ് പറക്കി ഇവിടെ കൊണ്ടെടുക്കണം. പിന്നെ കുറച്ച് വിറവ് ഇവിടെ സ്റ്റേജിൻ്റെ അകത്തും അതിൻ്റെ പുറത്തുമുണ്ട്. അപ്പോൾ അതും നമുക്ക് പറക്കി വെളിയിലിട്ട് അടുക്കണം. വിറവ് പറക്കി ഏകദേശം തീരാറായി. നല്ല മുതുക്ക് വെയിൽ, വെള്ളം കുടിച്ചിട്ടൊന്നും ഏക്കണില്ല, കുടിക്കണമെല്ലാം പ്രൈസായി പോകുന്നു. വിറവ് പറക്കി അങ്ങനെ തീർന്നു. വിറക്കി തീർന്ന് കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് ഇനി പറക്കി അടുക്കണം. വെയിലടിച്ചിട്ട് പിറവൊക്കെ ഒരുമാതിരി നീറാണ്. വെള്ളം കുടിച്ചിട്ട് കുറച്ച് പുറത്തൂടെയൊക്കെ ഒഴിച്ചിട്ട് പണി തുടങ്ങാമെന്ന് വെച്ച് ബാക്കിയുള്ളവരുടെ പണി ചെയ്യുന്നു. അങ്ങനെ കുറച്ച് അടുക്കി തീർന്നു. ഇനി സ്റ്റേജിൻ്റെ പുറകെ ഇരിക്കുന്നതും അകത്തിരിക്കുന്നതും മൊത്തം പറക്കി എടുക്കണം. ഇന്ന് കുറച്ച് പേര് മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാവരും പല ആവശ്യങ്ങളായി പോയി. ഈ വെയിലത്ത് ഒരുപാട് നേരം നിൽക്കാൻ പറ്റില്ല, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വിറവ് അടുക്കി തീർക്കാൻ വേണ്ടിയുള്ള പരിശ്രമമാണ്. അങ്ങനെ നമ്മൾ എപ്പോഴുമുള്ള സ്ഥിരം ഐറ്റം കിട്ടിയിരിക്കുകയാണ്. ഇപ്പോൾ വിറവ് പറക്കി അടുക്കി തീർന്നു. ഇപ്പം ഞാൻ വിറവിൻ്റെ മണ്ടയിലാണ്. വിറവിൻ്റെ മണ്ടയിൽ ടാർപ്പയും മറ്റും വിരിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. ഇനി ഒരു ടാർപ്പയും കൂടെ വേണം, അതെടുക്കാൻ പോയിരിക്കുന്നു. ഇവിടെ പൈപ്പ് ഇടുകയാണ്, വേസ്റ്റ് വെള്ളം മറ്റും കുഴിയിലേക്ക് പോകാനുള്ളതിൻ്റെ. അങ്ങനെ തണ്ണിമത്തം തിന്നിട്ട് ടാർപ്പയും മറ്റും ഇട്ടിട്ട് നമ്മൾ വീട്ടിലേക്ക് പോയി. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് അമ്പലത്തിലാണ്. അമ്പലത്തിൽ കമ്മിറ്റി കഴിഞ്ഞപ്പോഴേക്കും ഫ്ലെക്സ് കൊണ്ടുവന്നു. അങ്ങനെ ഫ്ലെക്സ് ഫ്രെയിമിൽ ഒട്ടിക്കുകയാണ്. ഇനി ഈ ഫ്ലെക്സ് ഒട്ടിച്ച് കഴിഞ്ഞിട്ട് കോലിയെക്കോട്ട് കൊണ്ട് വയ്ക്കണം. അങ്ങനെ ഫ്ലെക്സ് ഒട്ടിച്ച് കഴിഞ്ഞു. ഇനി ഈ ഫ്ലെക്സ് എടുത്തുകൊണ്ട് ഏകദേശം 1 കിലോമീറ്ററിനകത്ത് നമ്മൾ നടന്ന് കൊണ്ടുപോയി കോലിക്കോട് സ്കൂളിൻ്റെ അവിടെ വയ്ക്കണം. താഴെ വയ്ക്കണോ? അങ്ങനെ നമ്മൾ കോലിക്കോട് എത്തി. ഇടയ്ക്കിടയ്ക്ക് ആൾ മാറി പിടിക്കാനുണ്ടായിരുന്നു ഫ്ലെക്സ്, അതുകൊണ്ട് കൊണ്ടുപോകാൻ കുഴപ്പമില്ലായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഫ്ലെക്സ് കൈമാറപ്പോഴാണ് ഞാൻ വീഡിയോ എടുത്തത്. കുറേ വീഡിയോ ഒന്നും കിട്ടിയില്ല, മൊത്തം ഡാർക്കായിരുന്നു. കഴയിൽ. അങ്ങനെ നമ്മൾ സ്കൂളിൻ്റെ ഫ്രണ്ടിലെത്തി. ഇത് ഇനി തൂണ് വെച്ച് കെട്ടി നമ്മൾ ഉയർത്തി കെട്ടി വയ്ക്കും. ഞാൻ നിങ്ങൾക്ക് ഓരോ ദിവസത്തെ പരിപാടി കാണിച്ചു തരാം. ഒരു ദിവസം ഒഴിച്ച് എല്ലാ ദിവസവും അന്നദാനമാണ്. ആദ്യത്തെ ദിവസം കഞ്ഞി സദ്യയാണ്. ഇപ്പോൾ ഞാൻ തൂണെടുക്കാൻ വേണ്ടി പോവാണ്. നമുക്ക് 2-3 തൂണും കൂടെ വേണം. അതെടുത്തുകൊണ്ട് ബോർഡ് വയ്ക്കുന്ന സ്ഥലത്തോട്ട് പോകാം. ഇവിടെ ബോർഡ് വയ്ക്കുന്ന തൂണ് മൊത്തം കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. വന്നിരുട്ടാണ്, ഏകദേശം 10 മണിയായി. ഈ ഭാഗത്ത് വെട്ടമില്ലാത്തത് കൊണ്ട് വീഡിയോ എടുത്തത് മൊത്തം ഇരുട്ടത്താണ്, അതുകൊണ്ട് തന്നെ കുറച്ചൊക്കെ കിട്ടിയിട്ടുള്ളൂ. അങ്ങനെ ബോർഡ് വയ്ക്കുന്ന തൂണെല്ലാം കെട്ടി ഇനി ബോർഡ് എടുത്ത് വയ്ക്കണം. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ബോർഡ് എടുത്ത് വയ്ക്കുന്നതാണ്. അങ്ങനെ ബോർഡ് സെറ്റായി. എണ്ണ നിന്റെ മോന്ത മൊത്തം ലൈറ്റ് ഉണ്ട്. അതായത് ആടാ കയറ് വെച്ച് കുറച്ച്. അതെന്താ സൈഡ് നീ കാണിക്കോളൂ. അങ്ങനെ സമയം 11 മണിയായി. വിശക്കുന്നു. ഇനി വീട്ടിൽ പോയി ആഹാരം കഴിക്കണം, ഉറങ്ങണം. ബൈ. ഹായ്. ഇന്നലെ ബൈ പറഞ്ഞിട്ട് ഞാനിപ്പോൾ വന്നിരിക്കുന്നത് അമ്പലത്തിലേക്കാണ്. ഇന്ന് രാവിലെ വേറെ പരിപാടി ഉണ്ടായിരുന്നു, അപ്പോൾ രാവിലെ വൃത്തിയാക്കാൻ വരാൻ പറ്റിയില്ല. ഇനി സ്റ്റേജിൻ്റെ കുറച്ച് ഭാഗം വൃത്തിയാക്കാൻ ഉണ്ടെന്ന് പറഞ്ഞു, അപ്പം അതിന് വേണ്ടി വന്നതാണ്. ഇപ്പോൾ സ്റ്റേജിൻ്റെ മണ്ടയിൽ 1 വർഷത്തോളമുള്ള ഇല അടക്കുന്നത്. അതിൻ്റെ മണ്ടയിൽ കയറി തൂത്തുവാരി കൂട്ടി. ഇതിൻ്റെ മണ്ടയിൽ ഞങ്ങൾ 2 പേര് മാത്രമേ ഉള്ളൂ. ബാക്കി 2 പേര് താഴെ നിന്ന് ക്ലീൻ ചെയ്യുന്നു. നമ്മളിത് വാരി താഴെ കൊടുക്കുമ്പോൾ അവർ വരുന്നതാണ്. ഇതാണ് നമ്മുടെ അമ്പലത്തിൻ്റെ കാവ്. ഇനി കൂട്ടുകാരി വച്ചേക്കണം ഇല മൊത്തം നമ്മൾ വാരിയെടുത്ത് താഴെ എവിടെയെങ്കിലും കൊണ്ടുപോയി ഇടണം. തക്കടോ
അങ്ങനെ ഷീറ്റ് മൊത്തം വൃത്തിയാക്കി ഈ താഴോട്ട് ഇറങ്ങാം. നമ്മൾ ഷീറ്റ് വൃത്തിയാക്കിക്കൊണ്ടിരുന്നപ്പോൾ കുറച്ച് പേര് ഇവിടെ അമ്പലത്തിലോട്ട് പറഞ്ഞ വഴി മൊത്തം വൃത്തിയാക്കിയായിരുന്നു. ഈ വീഡിയോ പല ദിവസങ്ങളിലായിട്ട് എടുത്തതാണ്. ഈ വീഡിയോ കണ്ടൻറ്റ് അത്രയ്ക്ക് ഇല്ലെന്നറിയാം. എന്നാലും അടുത്ത വീഡിയോയിൽ നല്ല കണ്ടൻറ്റ് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.